ട്രാവൽ ബിസി ബി ഒരു മറ്റൊരു പുത്തൻ ട്രാവൽ ലോഗിലേക്ക് എല്ലാവർക്കും ഹോക്കിൻസ് ഫ്രൂട്ട് ഫാമിലാണുള്ളത്. ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് നടക്കുന്നത് ഫ്രൂട്ട് പിക്കിംഗ് ആണ്. അതിൽ സ്ട്രോബെറീസ് ഉണ്ട്, റാസ്ബെറീസ് ഉണ്ട്, ബ്ലൂബെറീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയിലാണ് ഞാൻ ആദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നിറയെ പഴുത്തിട്ടുള്ള സ്ട്രോബെറീസ് ഒരുപാടുണ്ടായിരുന്നു. കിടക്കിറങ്ങി കഴിക്കാൻ കുറച്ച് ആയിട്ടുള്ള സ്ട്രോബെറീസിൻ്റെ മധ്യയിൽ സ്ട്രോബെറീസ്. നല്ല പഴുത്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്നും കിട്ടി. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പറിച്ചെടുക്കാം. അതിൻ്റെ വലിപ്പവും ഒക്കെ നോക്കിയിട്ട് നല്ല പഴുത്തത് നോക്കിയിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, അടിപൊളിയാണ്. ഇതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഫാം ഫ്രഷ് സ്ട്രോബെറീസ്. അതുകൊണ്ടാണ് ഞാൻ ഫാമിൽ തന്നെ വന്ന് ഡയറക്റ്റായിട്ട് പിക്ക് ചെയ്യാന്ന് വെച്ചത്. കാരണം സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറെ കൂടി ഒരുപടി മുന്നിലാണ് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് നമ്മൾ പറിച്ചെടുത്തിട്ട് ആ ഫാമിൽ നിന്ന് തന്നെ നമ്മൾ മേടിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പിക്ക്. ഒരു നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്ന റാസ്ബെറീസ് ആണ്. അതും നന്നായി പഴുത്തളിഞ്ഞ് കിടക്കുന്ന റാസ്ബെറീസ് ആണ് ഈ കാണുന്നത്. അടിപൊളിയാണ്, നന്നായിട്ട് പഴുത്തിട്ട് കുറെ തറയിലും പോയിട്ടുണ്ട്. അതും അടിപൊളി ടേസ്റ്റാണ്. റാസ്ബെറീസ് നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. ഇതേ അത് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫാം ഫ്രഷ് റാസ്ബെറീസ് അടിപൊളിയാണിത്. ഇങ്ങനെ നമ്മൾ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. ഈ ഫാംലാൻഡിന്റെ അതർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് ബെറീസ് ആണ്. വൈൽഡ് ബെറീസ് നമുക്ക് ഒരുപാട് UK-യിൽ അങ്ങോളം എല്ലാ സ്ഥലത്തും വൈൽഡ് ബെറീസ് ഉണ്ടാവും. പക്ഷേ ബ്ലാക്ക് ബെറി ഫാമിൽ നിന്ന് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല പഴുത്തിട്ടുള്ള ബ്ലാക്ക് ബെറീസ് ഇവിടെ കാണാൻ പറ്റും. ഇത് കുറച്ച് പച്ച, അത് കഴിഞ്ഞ് ഇതേ പഴുത്ത് വരുന്നത്, അത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളതാണ് പഴുത്തത്. അടിപൊളി. നമ്മളിത് പിക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതാണ്
ഇത് നമ്മൾ പിക്ക് ചെയ്ത റാസ്ബെറീസും ബ്ലാക്ക്ബെറീസും ആണ്. ഇത് നിറയെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഫാമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രോബെറി കുറവാണ്. റാസ്ബെറീസും ബ്ലാക്ക്ബെറീസും ഇഷ്ടം മാതിരി ഉണ്ട്. ഫ്യൂച്ചർ ഡേയ്സിൽ ഇനി കുഞ്ഞ് സ്ട്രോബെറീസ് ഉണ്ട്. അത് ഉടനെ തന്നെ റൈപ്പായി നമുക്ക് എല്ലാവർക്കും പറിക്കാൻ റെഡി ആവുന്നതായിരിക്കും. അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. ഈ ഫാമിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടെ ശ്രദ്ധിച്ചത് ഒരുപാട് ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഫാമാണ്. നമുക്ക് വന്ന് വിസിറ്റ് ചെയ്ത് അടിപൊളി ഒരു വാക്കാവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്രഷ് സ്ട്രോബെറീസും റാസ്ബെറീസും ബ്ലാക്ക്ബെറീസും ഒക്കെ പറിക്കാൻ ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അത് മാത്രമല്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ തന്നെ പിക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ ഫാം ഫ്രഷാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഹോപ്കിൻസ് ഫാമിലേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. വീണ്ടും മറ്റൊരു ട്രാവൽ വ്ളോഗുമായി കാണും വരേക്കും ബൈ ഫ്രം ട്രാവൽ ബിസി ബി.